നിനക്ക് ഖബറിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഏത് മനുഷ്യനെയും ഖബറിനകത്ത് കൊണ്ടുവച്ചാൽ ആ ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ആ ഖബറിനകത്തുള്ള വിചാരണയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹദീസിന്റെ കിതാബിൽ ഇന്നലെ ഞാൻ പറഞ്ഞു, 10 വിഭാഗം ആൾക്കാർ അവരെ ഖബറിനകത്തുള്ള ചോദ്യം എളുപ്പമാകും, അവർക്ക് ചോദ്യം ഉണ്ടാകില്ല എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിൽ ചോദ്യമില്ലാത്ത 10 വിഭാഗം, ആ 10 വിഭാഗം പറഞ്ഞിട്ട് വേണം ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു ഈ വിഭാഗത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൽ ചോദ്യമില്ലാത്ത 10 വിഭാഗം. ഒന്നാമത്തെ വിഭാഗം ശുഹദാക്കളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുഹദാക്കൾക്ക് ഖബറിൽ ചോദ്യമില്ല. 2, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രവാചകന്മാർക്കും ഖബറിൽ ചോദ്യമില്ല. 3ാമതായി ചെറുപ്രായങ്ങളിൽ മരണപ്പെട്ടു പോകുന്ന ചെറിയ കുട്ടികളുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്കും ജനിച്ചപ്പോൾ തന്നെ എത്രയോ മക്കൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. ആ മക്കൾക്ക് ഖബറിനകത്ത് ചോദ്യമില്ല എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. 4ാമതായിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്ലേഗ് രോഗം എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് ഇന്നുവരെ നമ്മൾ ആരും കണ്ടിട്ടുമില്ല, അറിയില്ല. പഴയ കാലങ്ങളിൽ, വർഷങ്ങൾക്ക് മുമ്പൊക്കെ പുസ്തകങ്ങളിലും മറ്റുള്ള ഇതിലിങ്ങനെ കേട്ടിട്ടുണ്ട് മാത്രം, പ്ലേഗ് രോഗം വന്ന് മരിച്ചവർ. അതുപോലെ തന്നെ ദുരന്തങ്ങളിലും ഉദരരോഗങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളിലും തീബന്ധും അതുപോലെ തന്നെ ആക്സിഡന്റുകൾ പറ്റിയും ഇതുപോലെയുള്ള ഒരു പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോവുക, ഇങ്ങനെയൊക്കെ ഉള്ള വിപത്തുകളിലും മരണങ്ങളിലും മരിക്കുന്നവർക്ക് ഖബറിൽ ചോദ്യമുണ്ടാകില്ല എന്ന് ഹദീസിന്റെ കിതാബ് പറയാം. അപ്പം എന്റെ പ്രിയപ്പെട്ടവരെ, ബൈക്കിന്റെ മുകളിൽ പാഞ്ഞു പോകുന്ന 5 നേരം പള്ളിയിലും കയറത്തില്ല, വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കയറാത്തവൻ ആക്സിഡന്റിൽ മരിച്ചെന്ന് പറഞ്ഞാൽ അവന് ഖബറിൽ ചോദ്യമില്ല എന്നല്ല അതിന്റെ അർത്ഥം. 1 നേരം പോലും നിസ്കരിക്കാതെ അഹങ്കാരിയെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് അവള് മരിച്ചുപോയ അവക്ക് ഖബറിൽ ചോദ്യമില്ല എന്നല്ല അർത്ഥം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയുന്നത് പടച്ചവനെ അനുസരിച്ച് അള്ളാഹുവും അവന്റെ പ്രവാചകനും പറഞ്ഞു തരുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ജീവിച്ച് മരിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത്. അവസാനമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധ ഖുർആൻ പഠിച്ചവൻ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഹാഫിലിന് ഖബറിൽ ചോദ്യമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നലെ നാം സംസാരിച്ചു നിർത്തിയത്, നാളെ പടച്ചവന്റെ പരലോകത്ത് അള്ളാഹു അതിഥിയായി തിരഞ്ഞെടുത്ത് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുന്ന 6 വിഭാഗം ആൾക്കാരാണ് നാം ചർച്ച ചെയ്തത്. അതിൽ 3 വിഭാഗം ആൾക്കാരെ നാം പറഞ്ഞു ദുആ ചെയ്തു പിരിഞ്ഞു. അതിൽ 4ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പരിചയപ്പെടുത്തുകയാണ്, നാളെ പടച്ചവന്റെ കോടതിയിൽ ആരാരും സഹായിക്കാനില്ലാതെ 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ മുഴുവനും തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ. ആ സമയത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ചവന്റെ കോടതിയിലെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലാഹു നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാൻ തെരഞ്ഞെടുക്കുന്ന 4ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബത്തേ, നഹ്നു നഹ്ഫുദുൽ ഖുർആന ഇലാ വജ്ഹില്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നഹ്നു നഹ്ഫുദുൽ ഖുർആന ഇലാ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ പഠിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ പഠിച്ചവൻ, ഓതിയവൻ, അതനുസരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവൻ, ഇവൻ നാളെ പടച്ചവന്റെ അതിഥിയായി സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം ഒരു യാസീനെങ്കിലും ഓതിയിട്ടുള്ളവരെന്ന് കൈവക്കിക്കും. ആത്മാർത്ഥമായിട്ട് പടച്ചവനെ മാത്രം, ഞാനീ കളിയാക്കിയതൊന്നുമല്ല, ഒരു യാസീനെങ്കിലും ഓതിയിട്ടുള്ളവർ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെന്ന് കൈവക്കിക്കും. അള്ളാഹുവേ, എന്തായാലും 4-5 പേരുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം ഇത്രയുള്ളൂ.
നമുക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം ഇതാണ്. നമ്മുടെ വീടിന്റെ അലമാരിയുടെ മുകളിൽ അമൂല്യ വസ്തുവിനെ പോലെ നമ്മുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ മാത്രം എടുക്കാനുള്ളതാണോ ഖുർആൻ? പരിശുദ്ധ റമളാനിന്റെ 27-ാം രാവിന്റെ അന്ന് മടക്കി വെച്ചതാ എന്റെ സഹോദരിമാർ. ഇനി അടുത്ത റമളാൻ വരണം അതൊന്ന് എടുക്കണമെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, റമളാനിന് മാത്രം ഓതാനുള്ളതാണോ ഖുർആൻ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ വർഷം പനച്ചമോട് അവസാനത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ മാസവും 2-ാം ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. റമളാനിൽ